നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 32 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനല്ല ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായദിവസയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരനോട്, സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ട് എന്നവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവകർക്കും ഏൽപ്പിച്ചിട്ട് നീ തടവിലായിപ്പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്ത് തീരുവോളും നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നതിനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്ത് പോയി. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിലൊന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. ദൈവവചനം കൃത്യമായി പഠിപ്പിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയ പ്രതിഫലമുള്ളവനാകും എന്ന് പറഞ്ഞ ശേഷം യേശു 10 കൽപ്പനയുടെ ശരിയായ വ്യാഖ്യാനം നൽകിയ 21 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാന കൽപ്പനകളായ കൊലപാതകത്തെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചുമാണ് വ്യാഖ്യാനിക്കുന്നത്. തങ്ങൾ കൊലപാതകമോ വ്യഭിചാരമോ ചെയ്തിട്ടില്ലാത്തതിനാൽ സ്വർഗാവകാശികളും നീതിമാന്മാരും ആണെന്നാണ് യഹൂദരും അവരുടെ നേതാക്കളും ചിന്തിച്ചിരുന്നത്. എന്നാൽ യേശു പറയുന്നത്, കോപത്തെ ദൈവം കൊലപാതകമായി കണക്കാക്കുന്നു എന്നാണ്. പല കൊലപാതകങ്ങളുടെയും മൂലകാരണം അവർക്കുണ്ടാകുന്ന ക്ഷിപ്രകോപമാണല്ലോ. ചെല്ലു പറയാറുണ്ട്, ഞാൻ ചില മുൻകോപിയാണ്, പക്ഷെ എന്നാൽ പെട്ടെന്ന് അങ്ങ് തണുക്കുകയും ചെയ്യും. അത് തോക്കിന്റെ സ്വഭാവമാണ്. തോക്ക് കഞ്ചി വലിച്ചു കഴിഞ്ഞാൽ അത് ഫയറാകും, പക്ഷെ പെട്ടെന്ന് തോക്ക് തണുക്കുകയും ചെയ്യും. പക്ഷെ ഇതിനോടിടയ്ക്ക് ആളില്ലാതെയാകും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് പരമ്പരാഗതമായുള്ള മുൻകോപം അത് സൂക്ഷിക്കാനുള്ള യാതൊരു അനുവാദവും ഇല്ല. അതെല്ലാം മാറിയിട്ട് അവർക്ക് എന്തുണ്ടാകണം? ആത്മാവിന്റെ സ്വഭാവം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, വിശ്വസ്തത, സൗമ്യത, പരോപകാരം, ഇന്ദ്രിയജയം, ഇങ്ങനെയുള്ളവരായിട്ട് അവർ മാറും. പക്ഷേ ഒരാൾ പറയുകയാണ്, എൻ്റെ മുൻകോപം മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ഇന്ദ്രിയജയം മാറ്റാൻ പറ്റുന്നില്ല, അതുപോലെ എനിക്ക് ആരോടും ദയ കാണിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒരു പരോപകാരം ആർക്കും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് ആളുകളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പകരം ഞാൻ പകയ്ക്കുകയാണ് എന്നാണ് പറയുന്നതെങ്കിൽ അവൻ്റെ ഹൃദയത്തിലുള്ളത് പാപമാണ്, പിശാചാണ്. അന്ന് യേശു പറഞ്ഞു, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത്. അവന്റെ ഉള്ളിൽ നിന്ന് ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അസൂയ, അത്യാഗ്രഹം, ചതി, വിടക്ക് കണ്ണ്, ദുഷ്കാമം, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, വെറുക്കൂത്ത്, മദ്യപാനം, ഇതെല്ലാം ഉള്ളിലുണ്ട്. അതാണ് മനുഷ്യനെ പാപിയാക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാൾ, സ്വർഗരാജ്യത്തിന്റെ അവകാശിയായ ഒരാൾക്ക് കൊലപാതകം എന്നുള്ള കാര്യം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല,
അതിൻ്റെ മൂല കാരണമായ കോപം പോലും അവരിൽ നിന്ന് മാറാനിടയായിത്തീരും. കർത്താവ് പറയുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ നിന്റെ പെരുമാറ്റം കൊണ്ട് ദുഃഖം വരുത്തിയിട്ടുണ്ടെന്ന് ഓർമ്മ വന്നാൽ യാഗം കഴിക്കുന്നതിന് മുമ്പ് അവനെ ചെന്ന് കണ്ട് മാപ്പിരുന്ന് വേണം യാഗം കഴിക്കേണ്ടത് എന്നാണ്. അല്ലാതെ നീ യാഗം കഴിച്ചിട്ട് പെട്ടെന്ന് എന്നിട്ട് പിന്നീട് അവനോട് നിരക്കാനല്ല. യാഗത്തിന് മുമ്പ്, ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്ക് മുമ്പ്. ഇത് വാസ്തവം പറഞ്ഞാൽ സഭയുടെ കാര്യത്തിൽ ശരിയാണ്. വിശ്വാസികളും അങ്ങനെ ചെയ്യണം എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 16 യേശു സഭ സ്ഥാപിക്കുന്ന കാര്യം പറഞ്ഞത്. 18 അധ്യായത്തിൽ പറയുന്നത്, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ നേരിട്ട് കണ്ടവനോട് പറയണം, വേറെ ആരോടും പറയാൻ പോകരുത്. സഹോദരനെ നിനക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ 2 പേരെ, അവനെ സ്വാധീനിക്കാൻ കഴിയുന്ന 2 പേരെ കൂട്ടിക്കൊണ്ട് എന്ന് പറയുക. അവരെയും കൂട്ടാക്കുന്നില്ലെങ്കിലേ സഭാ നേതൃത്വത്തോട് പറയാനായിട്ട് പാടുള്ളൂ എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്ന സ്ഥലസഭയിലെ അംഗങ്ങളോട് ഒരു കുടുംബത്തിന്റെ ഒരു ബന്ധം പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്തെങ്കിലുമൊക്കെ സംസാരത്തിലോ നോട്ടത്തിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ ഒക്കെ പാകപ്പഴ വന്നാൽ അത് ആരെയെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സഭയിലുള്ള ആ സഹോദരനോട് ചെന്ന് കണ്ട് അവനെ അത് ബോധ്യപ്പെടുത്തണം. അങ്ങനെ നേർപ്പ് പ്രാപിച്ചു വേണം കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ. കർത്താവ് അപ്പോസ്തലനായ പൗലോസ് തിരുവത്താഴത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്യണം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തെ മറന്ന് നമ്മൾ പെരുമാറിയിട്ടുണ്ടോ എന്നുള്ള സ്വയശോധനയാണ്. എന്നാൽ ശരീരത്തെ വിവേചിക്കണം എന്ന് പറയുന്നത് സഭയാകുന്ന ശരീരത്തിന്റെ കാര്യമാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ കാര്യമല്ല. നമ്മുടെ ശരീരം കൊണ്ടല്ലല്ലോ നമ്മൾ കൂടുതൽ പാപം ചെയ്യുന്നത്. നമ്മളുടെ കോപവും നിഗളവും അസൂയയും അത്യാഗ്രഹവും ഇതൊക്കെ മനസ്സിന്റെ പാപങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് ശരീരത്തെ വിവേചിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ കാര്യമല്ല. സഭയാകുന്ന ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തോട് എനിക്ക് എന്തെങ്കിലും ഒരു ഭാരമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്നെക്കുറിച്ചുണ്ടോ, അതിനെല്ലാം പരിഹാരം വരുത്തിയിട്ട് വേണം ആരാധിക്കാൻ, അല്ലെങ്കിൽ തിരുവത്താഴത്തിൽ പങ്കെടുക്കുവാൻ. അതാണ് പൗലോസ് എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സ്വഭാവത്തിന് വരിക, അല്ലെങ്കിൽ പാട്ട് പാടുക, സ്തോത്രം ചെയ്യുക, വാക്യം വായിക്കുക, ഇതിനേക്കാളൊക്കെ പ്രധാനം തമ്മിലുള്ള ഐക്യതയാണ്. യേശു ഞങ്ങളോട് എല്ലാവരോടും തൻ്റെ രക്തത്താൽ ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിച്ചു, ഞങ്ങളെ ഒരു കുടുംബമാക്കി തീർത്തിരിക്കുന്നു. ആ ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കാനായിട്ട് സകല സഹോദരീ സഹോദരന്മാർക്കും സാധിക്കണം. ഇതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. രണ്ടാമതായിട്ട് വ്യഭിചാരത്തെക്കുറിച്ചാണ്. മോഹത്താലുള്ള നോട്ടം വ്യഭിചാരമാണെന്നാണ്. അപ്പോൾ ആളുകളെ മോഹിപ്പിക്കുന്നതും പാപമാണല്ലോ. പുരുഷന്മാര് അല്ലെങ്കിൽ സ്ത്രീകള് മോഹത്തോടെ എതിർലിംഗത്തിലുള്ള ആളുകളെ നോക്കുന്നത് അത് വ്യഭിചാരം. മോഹിപ്പിക്കുന്നതും, അതായത് ആളുകൾക്ക് മോഹം ഉണ്ടാകത്തക്കവണ്ണം വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും ചേഷ്ടകളിലുമൊക്കെ ജീവിക്കുന്നെങ്കിൽ അതും വ്യഭിചാരമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് യോഗ്യമായ വസ്ത്രം സ്ത്രീ പുരുഷന്മാർ ധരിക്കണം എന്ന് പൗലോസ് എഴുതാനായിട്ട്, അല്ലെങ്കിൽ ഉപദേശ പുസ്തകങ്ങളിൽ ലേഖനങ്ങളിൽ അതൊക്കെ എഴുതാനായിട്ട് കാരണം അതാണ്. ദൈവം നമ്മെ ഈ കാര്യത്തിൽ ബോധമുള്ളവരാക്കി തീർക്കട്ടെ. തുറന്ന് യേശു പറയാണ്, കണ്ണടച്ചു വരുത്തിയാൽ ചൂഴ്ന്നു കളക, കൈ അടച്ചു വരുത്തിയാൽ അല്ലെങ്കിൽ കാലടച്ചു വരുത്തിയാൽ വെട്ടിക്കളക എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കണ്ണും കാലും കൈയും വെട്ടിക്കളയാനല്ല. നോട്ടമാണ് പ്രശ്നം. അതുവഴി പോകുന്നതാണ് പ്രശ്നമെങ്കിൽ, അത് കാണുന്നതാണ് എനിക്ക് പ്രലോഭനവും പരീക്ഷയും ഉണ്ടാകുന്നതെങ്കിൽ അതുവഴി പോകണ്ട, വേറെ വഴിക്ക് പോവുക, ആ ബസ്സിൽ കയറണ്ട. അതാണ് കൈയടച്ചു വരുത്തിയാൽ. ആ ജോലിക്ക് പോകുമ്പോഴാണ് അവിടെ ഒരു പ്രലോഭനം, അവിടെ ശല്യം ചെയ്യുന്നയാള് ആ ജോലി വേണ്ടെന്ന് വെച്ചേക്കുക. ആത്മീയ ജീവിതത്തിന്, ആരാധനയ്ക്ക് ആ ജോലി തടസ്സമാണ്. ആ ജോലിയല്ല വലുത്, അത് വേണ്ടെന്ന് വെക്കുക. അതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കാര്യത്തിലുള്ള ആത്മീയ ജീവിതമാണ് വലിയത്. എൻ്റെ ആത്മീയ വളർച്ചയാണ് വലിയത്, എൻ്റെ ജോലിയോ ശമ്പളമോ അല്ല എന്ന് ഉള്ള തിരിച്ചറിവ് ഈ വാക്യങ്ങളിലൂടെ ലഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ലോത്തിന് സാധിച്ചില്ല. ലോത്ത് പണം നോക്കി സോദോമിലേക്ക് പോയി, അവനും കുടുംബവും നശിക്കാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ധനമല്ല വലിയത്,
നമ്മുടെ ആത്മീയ വളർച്ച, നമ്മുടെ മക്കളുടെ ആത്മീയ വളർച്ച, തലമുറകളുടെ ആത്മീയ വളർച്ച, അതാണ് വലിയത് എന്ന് തിരിച്ചറിയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസാനമായിട്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്ന കാര്യം. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു, വ്യഭിചാരത്തിനുള്ള സാധ്യത അവൾക്ക് ഒരുക്കി കൊടുക്കുന്നു എന്നാണ്. പിന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാൾ വിവാഹം കഴിക്കുന്നതും വ്യഭിചാരമാണ് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും സഭാംഗങ്ങൾക്ക് അതിനുള്ള അനുവാദം ഇല്ല. അവസാനം യേശു പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കാൻ അനുവാദമില്ലെന്നാണ്. പരസംഗം എന്ന് പറയുന്നതും വ്യഭിചാരം എന്ന് പറയുന്നത് രണ്ടാണ്. പരസംഗം എന്ന് പറയുന്നത് അതായത് വിവാഹത്തിന് മുൻപുള്ള പാപമാണ്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് വിവാഹം. ഇതിനോടിടയ്ക്ക് അവളിൽ എന്തെങ്കിലും ദൂഷ്യമായത് കണ്ടാൽ വിവാഹത്തിന് മുൻപ് ഉപേക്ഷിക്കാനായിട്ട് അനുവാദം നൽകിയിരുന്നു. അങ്ങനെയാണ് യോസേഫിന്റെയും മറിയയുടെയും കാര്യം. മറിയ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പരസ്യ വിചാരണ നടത്തി ഉപേക്ഷണ പത്രം കൊടുത്ത് ഉപേക്ഷിക്കുന്നതിന് പകരം ഗൂഢമായിട്ട് അത് വേണ്ടെന്ന് വെക്കാൻ ചിന്തിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ വിവാഹ നിശ്ചയ ശേഷം ഈ 1 വർഷത്തിനിടയ്ക്ക് ദൂഷ്യമായത് കണ്ടാൽ അത് പരസംഗമാണ്, അല്ലെങ്കിൽ തുറന്നടപ്പാണ്. തീർച്ചയായിട്ടും ഉപേക്ഷിക്കാൻ അവന് വിവാഹത്തിന് മുമ്പ് അവകാശമുണ്ട്. എന്നാൽ വിവാഹം കഴിഞ്ഞ് ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് ക്ഷമിക്കുകയല്ലാതെ, വിവാഹത്തിന് ശേഷം ശാരീരികമായ ഒരു അസുഖം വന്നു, സഹിക്കണ്ടേ, ചികിത്സിക്കണ്ടേ? വിവാഹത്തിന് ശേഷം ജീവിത പങ്കാളിക്ക് മാനസികമായ ഒരു പ്രയാസം വന്നു, ക്ഷമിക്കണ്ടേ, സഹിക്കണ്ടേ, ചികിത്സിക്കണ്ടേ? വിവാഹത്തിന് ശേഷം ഒരാത്മീകമായ മിസ്റ്റേക്ക് വന്നു. അത് പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, നോട്ടം കൊണ്ടാകാമല്ലോ, സംസാരം കൊണ്ടാകാമല്ലോ, കേൾവി കൊണ്ടാകാമല്ലോ, ചിന്ത കൊണ്ടാകാമല്ലോ. തീർച്ചയായിട്ടും നമ്മളൊക്കെ അങ്ങനെ കുറവുള്ളവരാണ്. പ്രവൃത്തി കൊണ്ടില്ലെങ്കിൽ ചിന്ത കൊണ്ടും നോട്ടം കൊണ്ടും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ക്ഷമിക്കാൻ, സഹിക്കാൻ, വഹിക്കാൻ, പൊറുക്കാൻ, മറക്കാൻ സാധിക്കണം. അതാണ് യേശുവിന്റെ ഉപദേശം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.